ഇങ്ങനെ വാഴക്കൊല വെട്ടാം. വെട്ടുന്നത് രണ്ടുപേരെ വാഴക്കൊല വെട്ടാൻ പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. ഈ വാഴക്കൊലയാണ് വെട്ടുന്നത്. ഇത് ഒരു പാളയംകുടം കൊലയാണ്. സാരമില്ല, എടുത്തോട്ടെ. ഇങ്ങനെ വാഴക്കൊല കണ്ട. ഇത് ഈ വാഴക്കൊല വെട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം അത് ഒരു മാടിന്റെ മൊണ്ടയിലാണ് നിൽക്കുന്നത്. ഈ വശത്ത് മാടിന്റെ തൊണ്ടിലേക്കാണ് അത് വളഞ്ഞു നിൽക്കുന്നതും. അതുകൊണ്ടത് രണ്ടുപേര് കൂടിയാണ് വെട്ടുന്നത്. അല്ലെങ്കിൽ ഒരു വാഴ വെട്ടാൻ ആർക്കാണേലും അറിയാവുന്നവർക്ക് ഒരാൾക്ക് തന്നെ വെട്ടാവുന്നതേ ഉള്ളൂ. വാഴ വീശി വരുമ്പോൾ, കൊലയിങ്ങ് വീശി വരുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് താഴത്തെ ആൾ നിൽക്കുന്നത്. വാഴയുടെ അകത്ത് വശത്താണ് വെട്ടുന്നത്. അതായത് ചെരിഞ്ഞിരിക്കുന്നത്. അവിടെ വെട്ടുമ്പോൾ വാഴ ആ കയ്യിലിരിക്കും, പിന്നെ കൊച്ചിന്റെ കയ്യിലിരിക്കും. കൊച്ച വാഴയുടെ കൊലയുടെ അറ്റത്ത് പിടിച്ചാണ് കേട്ടോ. അല്ല, ഇനി ഒന്നും വെട്ടണ്ട. ഇനി മറുവശത്ത് ഇപ്പൊ വെട്ടിയതിന്റെ മുകളിൽ വെട്ട. മറുവശത്ത് ഇപ്പൊ വെട്ടിയതിന്റെ അല്പം മുകളില്. ആ വരുന്ന വഴിക്ക് കൊച്ചു പിടിച്ചോണം. ആ അതിന്റെ ആ ഇത് ഇച്ചിരി വലിയ കളിയല്ലേ? 57. ആ ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചാ പോരെ, അത് കഴിഞ്ഞ് പടല നേരത്തെ ഇട്ടാ പോരെ. അവിടെ ഒരു കഷ്ണം നിൽക്കുന്നത്, ഒരു കഷ്ണം, 2 കഷ്ണം കൊടുത്താൽ മതി. പടല മുഴുവനും അത് നിർത്തിയേ.